ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോഴേ ഇത് നമുക്കൊരു ക്രൗൺ ജാർ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. അതിലേക്ക് നമുക്ക് വൈറ്റ് സിമെൻറ്റ് വേണം, CC പിഗ്മെൻറ്റ് വേണം, വെള്ളം വേണം. നന്നായിട്ട് മിക്സ് ചെയ്യുക, കട്ടയൊന്നും ഇല്ലാണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവുമായിരിക്കുമല്ലോ, വെള്ളം അധികം കൂടാനും പാടില്ല, അതേപോലെ കുറയാനും പാടില്ല, ഒരു മീഡിയം ലെവലിലിരിക്കണം. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ആ മോൾഡിൻ്റെ ജാറിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങളുടെ കയ്യിൽ CC പിഗ്മെൻറ്റ് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മളിത് ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും ഒരു പേസ്റ്റൽ കളറ് നമുക്ക് അടിച്ചു കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ CC പിഗ്മെൻറ്റ് ഇല്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തതെന്ന് മാത്രം. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ഇത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നന്നായിട്ട് തട്ടി കൊടുക്കുക. എന്തിനാന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് ആ സിമെൻറ്റ് പോകാനും വേണ്ടിയിട്ട്, പിന്നെ അതേപോലെ തന്നെ എയർ ബബിൾസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും ഇല്ലാണ്ടാവാനും വേണ്ടിയിട്ടാണ് നമ്മളിത് നന്നായിട്ടൊന്ന് തട്ടി കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അതിനുശേഷം നമ്മളിത് ഡ്രൈ ആയിട്ട് നമ്മൾ എടുക്കുമ്പോൾ അവിടെയൊക്കെ ആയിട്ട് ഓട്ടയായിട്ടുണ്ടാവും. സോ അതൊരു പ്രശ്നമാണ്. അതുകൊണ്ട് നന്നായിട്ട് തട്ടി കൊടുക്കുക. പിന്നെ അതേപോലെ അതിൻ്റെ അടപ്പിൻ്റെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷേ കുറച്ച് മാറിപ്പോയി വീഡിയോ എടുക്കുമ്പോൾ, അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇത് രണ്ടും ഒരേപോലെ തന്നെയാണ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. അപ്പം 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ടാകും. പിന്നെ അതിൻ്റെ ബാക്കിൽ എന്താണെന്ന് പറഞ്ഞാൽ അത് ടിഷ്യൂ ആണ് കേട്ടോ. ഞാൻ അതിൽ ഡസ്റ്റൊന്നും ആവണ്ടെന്ന് വിചാരിച്ചിട്ട് ടിഷ്യൂ എടുത്ത് വെച്ചതാണ്, പക്ഷെ അതിൽ ഒട്ടിപ്പിടിച്ചു. പിന്നെ അത് ഇളക്കാനൊന്നും നിന്നില്ല. അതേപോലെ നമ്മൾ ഇതിനകത്ത് നിന്ന് എടുത്തിട്ടുണ്ട്, നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. അതേപോലെ പക്ഷേ അതിൻ്റെ അടപ്പ് ഉണ്ടാക്കിയതാണ്, പക്ഷേ കുറച്ചൊന്ന് ഫ്ലോപ്പായിപ്പോയി. കാരണം അതിൻ്റെ ഉള്ളിലോട്ട് സിമെൻറ്റ് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നില്ല. ഇത് വന്നിട്ട് ഞാൻ രണ്ടാമത് ഉണ്ടാക്കിയതാണ് കേട്ടോ. ഫസ്റ്റ് ഉണ്ടാക്കിയതിൻ്റെ ഒരു സൈഡിൽ സിമെൻറ്റ് പോയിട്ടുണ്ടായിരുന്നില്ല, കണ്ടോ. അപ്പോൾ ഇതാണ്. പിന്നെ അതിനുശേഷം നമ്മൾ മെറ്റാലിക് ഗോൾഡൻ കളറാണ് എടുക്കുന്നത്. അതിലേക്ക് നമ്മൾ മീഡിയം കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈൻ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാനിപ്പം ആ ക്രൗണിൻ്റെ മേലെയും സൈഡിലും ഒക്കെ ആയിട്ടാണ് ഞാൻ പെയിൻ്റ് അടിച്ച് കൊടുക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ചെയ്യാനാണ് ഇഷ്ടം, അതേപോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അതേപോലെ നമ്മൾ എന്താ പറയുക, ഇത് മാക്സിമം യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് പറഞ്ഞാൽ ഒന്നെങ്കിൽ ഓർണമെൻറ്റ്സ് ഇട്ട് വെക്കാനും, അതല്ലെങ്കിൽ ലക്ഷറി ക്യാൻഡിൽ ജാറൊക്കെ ഉണ്ടാക്കുമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. മെയിനായിട്ട് ഇത് ലക്ഷറി ക്യാൻഡിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പല തരത്തിൽ പല കളറിലൊക്കെ ഇത് ക്യാൻഡിൽ ഉണ്ടാക്കി വെക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ ജാറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാട്ടിലും ബെറ്റർ ആ പൈസയ്ക്ക് ഒരു മോൾഡ് വാങ്ങിയിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിലൊക്കെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പിന്നെ ഇതൊരു സെല്ല് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇതിന് പകരം ഉള്ളിൽ സീലറും അതിൻ്റേതായിട്ടുള്ള വാർണിഷൊക്കെ കിട്ടും കേട്ടോ. അത് ആമസോണിൽ അവൈലബിൾ ആണ്. അത് നിങ്ങൾക്ക് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് സെല്ല് ചെയ്യുമ്പോൾ വേറെ ഒരു പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല. എങ്കിലും കുറച്ചുകൂടെ സെക്യൂർ ആകാൻ വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്യുന്നത്. ഇല്ല, നമ്മുടെ ആവശ്യത്തിനൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഏതെങ്കിലും ഒരു വാർണിഷ് ഇത് ഡ്രൈ ആയതിനു ശേഷം അടിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇടുന്നുണ്ട്, അതിലേക്ക് ഗീവ് അവേ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ടൈമൊക്കെ അല്ലേ, അപ്പം ക്രാഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് മാത്രമാണ് ഞാൻ ഗീവ് അവേ കൊടുക്കുന്നുള്ളത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കാൻ പാടില്ല കേട്ടോ. അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബൈ.